നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 14-ാം വാർഡ് കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 2.5 മണിക്കൂർ ശേഷമാണ് ബിന്ദു അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. ആശുപത്രി കെട്ടിടത്തിൽ കുളിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം. കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞിരുന്നു. ഇതോടെയാണ് JCB എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തെരച്ചിൽ ആരംഭിച്ചത്. തുടർന്നാണ് 1 മണിയോടെ ഇവരെ കണ്ടെത്തിയത്. മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു ആശുപത്രിയിലെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11, 14 വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ജാനകി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെയും ഈ വിഷയത്തിൽ മൗനം തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സിനിമ ചോറാണെന്ന് ആവർത്തിച്ചു പറയുന്ന നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൻ്റെ സർക്കാരിൻ്റെ ചെയ്തികളിൽ മൗനം തുടരുകയാണെന്നും സിനിമയ്ക്കു വേണ്ടിയും സഹപ്രവർത്തകർക്കും വേണ്ടിയും ശബ്ദിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയ വേണുഗോപാൽ സുരേഷ് ഗോപി മൗനം വെടിയണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിൻ്റെ ആരോപണങ്ങൾ തള്ളാതെ വിദഗ്ധ സമിതി അന്വേഷണ റിപ്പോർട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ സാങ്കേതിക നൂലാമാലകൾ ഒഴിവാക്കണമെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. പർച്ചേസ് നടപടി അടിയന്തരമായി ലളിതമാക്കണമെന്നും ഹാരിസിൻ്റെ തുറന്നു പറച്ചിൽ അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൻ്റെ ചുമതലയും രേഖകളും ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറിയതായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പെട്ടെന്ന് നടപടി വന്നാൽ വകുപ്പിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് രേഖകളടക്കം കൈമാറിയതെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നടപടി ഭയക്കുന്നില്ലെന്നും ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തൻ്റെ മാർഗം തെറ്റായിരുന്നുവെന്ന് ബോധ്യമുണ്ടെന്നും മറ്റ് മാർഗങ്ങളിലായിരുന്നുവെന്നും പക്ഷേ അതിന് ഫലമുണ്ടായി എന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങുന്ന രോഗികളുടെ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി അട്ടർ ഫെയിലർ ആണെന്നും ആരോഗ്യവകുപ്പ് അനാരോഗ്യ വകുപ്പായി എന്നും K മുരളീധരൻ പറഞ്ഞു. വിവാദത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്നും തെറ്റുതിരുത്താൻ തയ്യാറായില്ലെന്നും സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ചട്ടം ഇത്തരവും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നും ഇത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു.